ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും അതേപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ ഞാൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. DMI ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, DMI ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് പേഴ്സണൽ ലോൺ ഇതിൽ നിന്ന് ലഭ്യമാണ്. അതേപോലെ തന്നെ ബിസിനസ് ലോണും ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ DMI ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ വേഗത്തിലൊക്കെ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ DMI ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ ലഭിക്കുക എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 10,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇതിൽ നിന്ന് പേഴ്സണൽ ലോണ് ലഭിക്കുവാനുള്ള ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഇവരൊരു എക്സാമ്പിൾ ലോണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ 50,000 രൂപ നമ്മൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ EMI ലഭിക്കുക 12 മാസത്തേക്കാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 22% വരിക. അതേപോലെ നമുക്ക് EMI ലഭിക്കുക 4,680 രൂപയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് നമുക്ക് 6,160 രൂപയാണ് നമുക്ക് ഈ 50,000 രൂപ ലോൺ എടുക്കുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ 2%. അതേപോലെ തന്നെ GST എന്ന് പറയുന്നത് രണ്ടും GSTയും പ്രോസസ്സിംഗ് ഫീയും കൂടി 1,180 രൂപയാണ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 50,000 രൂപ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 48,820 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ 12 മാസം കൊണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് 56,160 രൂപയാണ്. അപ്പോൾ 6,160 രൂപയോളം നമുക്ക് ഈ 50,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് തികച്ചും ഇതൊരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങളൊക്കെ ഇവർ ഇതിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനുമാണ് ഈ DMI ഫിനാൻസ് എന്നുള്ളത്. അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം ലോണിന് അപ്ലൈ ചെയ്യുക. വെറുതെ കയറി ആരും ട്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലോൺ ലഭിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ EMI കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെയൊക്കെ അത് ഒരുപാട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇത് എല്ലാ വീഡിയോയിലും ഞാൻ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ്